ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴക്കൂട്ടം ചന്തവിള കിൻഫ്ര പാർക്കിനടുത്ത് മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം ദൂരത്തിൽ 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഒരു വിശാലമായിട്ടുള്ള വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ മൊത്തത്തിൽ ചുറ്റും മതിൽ കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ 3 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ആയിട്ട് കവേഡ് ആയിട്ടുള്ള പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കട്ടളയും കതകും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ്. നേരെ ഒരു ഫോയറിലേക്കാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റാകെ പർഗോളയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ 3 ഹാങ് ലൈറ്റ് കൊടുത്ത് വെൽക്കം ചെയ്യുന്നത്. റൈറ്റ് സൈഡിലായിട്ട് 5 നിഷ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ ടെക്സ്ചറാണ് ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ഓപ്പോസിറ്റായിട്ട് TV ഒന്നും കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് V-Guard എന്ന ബ്രാൻഡാണ്. മുകളിലായിട്ട് CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. പ്രത്യേകിച്ച് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയ ലിവിംഗ് ഏരിയ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 6x4 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിനകത്ത് എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം പോയിന്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെയാണ് ഒരു പാറ്റിയോ സ്പേസും വരുന്നത്. ഇങ്ങോട്ടാണ് പാറ്റിയോ വരുന്നത്. ഈ ഒരു പാറ്റിയോ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നാച്ചുറൽ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്നതാണ്. അതിന് പുറമേ ആയിട്ട് കലാത്തിയ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കിണർ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. കിണറിന് മൊത്തത്തിൽ ഗ്രില്ല് കൊടുത്തിരിക്കുകയാണ്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നാരങ്ങ ചെടിയാണ്. അത് നാരങ്ങ കാഴ്ചയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റിലേക്ക് പോകാം. പ്രത്യേകിച്ചാണ് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തല്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് നമുക്ക് ഡൈനിങ് ഏരിയ കിട്ടുന്നതാണ്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നത്. സെറയുടെ വാഷ് ബേസിനെ യൂസ് ചെയ്തിരിക്കുന്നത്. പില്ലർ കോക്ക് ജാഗ്വാറാണ്. മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടെല്ലാം കബോർഡ് സ്പേസ് ഉണ്ട്. ഇൻവെർട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ എല്ലാം വുഡിൻ്റെ പോലെ തോന്നിക്കുന്ന WPC പാനലും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു കബോർഡ് പോലെ ചെയ്തിരിക്കുകയാണ്. അതിനകത്തും പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആർച്ച് പോലെ ചെയ്തിരിക്കുകയാണ്. നേരെ വരുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ്. ഇവിടെ അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സിങ്കും കാണാം. അത് ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലോറിംഗ് നോക്കുവാണെങ്കിൽ തടിയുടെ ഡിസൈനിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഗ്ലെന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കിച്ചണ് പറയുന്നത് വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അത്തിപ്പഴം, ആത്തിച്ചക്ക അല്ലെങ്കിൽ അങ്ങനെ അമൃതപ്പഴം എന്ന് പറഞ്ഞാൽ അതുണ്ട്. കൂടാതെ മാവുണ്ട്. ഇനി ഈ ഭാഗത്തേക്കും ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്പേസുള്ളൊരു സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഈ ഒരു ഫോയറിലായിട്ട് DB കൊടുത്തിട്ടുണ്ട്. MC PLC എല്ലാം നോക്കുമ്പോൾ V-Guard കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഹാവൽസ് ആണ് 3 ഫേസ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. റൂം നോക്കുവാണെങ്കിലും സ്പേസ്ഫുൾ റൂം തന്നെയാണ്. AC പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് 2 സിംഗിൾ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും RAKയും സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിനും RAK ആണ്. അതിൻ്റെ ടാപ്പ് കൊടുത്തിരിക്കുന്നത് ജാഗ്വാറാണ്. മുകളിലെല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ ആയിട്ട് 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെയും RAKയും ജാഗ്വാറും ആക്കി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈവർട്ടർ നോക്കണം, അതെല്ലാം ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിൻ്റെ ആ ഒരു ടാപ്പും ജാഗ്വാറാണ്. മിറർ കൊടുത്തിട്ടുണ്ട്. അകത്തായിട്ട് സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബെഡ്റൂമുകളും മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും.
ഇവിടെ സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്രെഡ്, സ്റ്റെപ്പിൻ്റെ ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ്. മുകളിലേക്ക് വരുമ്പം ഇവിടെ ആയിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഗ്ലാസ് ചെയ്യണമെങ്കിൽ ഗ്ലാസ് ചെയ്ത് തരുന്നതാണ്. മുകളിലായിട്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് വലിയൊരു ഹാങ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് 3 ഹാങ് ലൈറ്റിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടും ഒരു ചെറിയൊരു പാർട്ടീഷൻ പോലെ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ്. ഈ ഒരു അപ്പർ ലോഞ്ചിലായിട്ട് ഒരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയ TV വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്, ഒരു സിറ്റിംഗ് സ്പേസും ഉണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഷാൻലിയറാണ്. അവിടെ ആയിട്ട് സർഫസ് ലൈറ്റുകളും പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷനായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. അവിടെ ഇങ്ങോട്ടേക്ക് നല്ല ലൈറ്റ് കിട്ടുന്നതാണ്. ഇനി വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് ആരെയും വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഹാൻഡ് റെയിൽസ് എല്ലാം തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭിത്തിയിൽ വേറൊരു കളർ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഒരു വലിയൊരു ബാൽക്കണി വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലെ കാഴ്ചകളിലേക്ക് വരാം. ഒരു വിശാലമായി കിടക്കുന്ന ബാൽക്കണിയാണ്. ഈ ഒരു കാർ പോർച്ചിൻ്റെ മുകളിലായിട്ട് ഏരിയ വരുന്നത്. മൊത്തത്തിൽ തടിയുടെ ഡിസൈനിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോയറിലേക്ക് വന്നിട്ട് ഇവിടെ ഡ്രസ്സിങ് ഏരിയ, ഒരു മിററൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വാഷ്റൂമിലേക്ക് വരുന്നത്. ഈ വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിങ്സ് എല്ലാം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്. എല്ലാം RAKയും ജാഗോറ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഈ ഒരു ഫോയറിലായിട്ട് DB കൊടുത്തിട്ടുണ്ട്. ഇവിടെ MCB LCB എല്ലാം യൂസ് ചെയ്യുന്ന V-ഗാർഡ് തന്നെയാണ്. ഇത് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പ്രത്യേകിച്ചാണ് ഇവിടെ DB കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു 4ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു 3 വിൻഡോ കാണാം. ഇവിടെ ആയിട്ട് 2 സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ റൂമുകളിലും ഈ 2 ബെഡ്റൂമുകളിലും TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. താഴെ അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെയും വാഷ്റൂം വ്യത്യാസമൊന്നുമില്ല. ഫുള്ളി RAKയും ജാഗോറ യൂസ് ചെയ്തിരിക്കുന്നത്. നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് എക്സോസ്റ്റ് ഫാൻ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ്. ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെയും ആ ഒരു തടിയുടെ ഡിസൈനിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്പ് വരെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള സ്പേസാണ്. അവിടെ ടാപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വാളും കാണാം. താഴെയായിട്ട് ഡ്രൈനേജും കാണാം. ഇനി മുകളിലായിട്ട് റൂഫ് ടോപ്പ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇലക്ഷൻ സമയമുണ്ട്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ട്. ടോട്ടലി 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂം കൂടിയതും കൂടാതെ വലിയൊരു ഡബിൾ ഹൈറ്റ് ഒക്കെ വരുന്ന, കൂടാതെ അതിൻ്റെ പാറ്റീവ് സ്പേസ് ഒക്കെ വരുന്ന ഈ അടിപൊളി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.